എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 43-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഗ്രാവപ്രപാദപരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടതനുജോപരിദൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗ്രാവപ്രപാദ പരിപിഷ്ട ഗരിഷ്ഠദേഹഭ്രഷ്ടാസു, അതായത് പാറപ്പുറത്തു വീണുലോ തൃണാവർത്തൻ്റെ ദേഹം. അങ്ങനെ വീണതിനാൽ തൃണാവർത്തൻ്റെ ആ വലിയ ശരീരം തകർന്നു പൊടിഞ്ഞു പോയി. ദുഷ്ടധനുജോപരി, ആ ദുഷ്ടനായ അസുരൻ്റെ ശവശരീരത്തിനു മുകളിൽ ദൃഷ്ടഹാസം, ഒരു കൂസലുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ആജ്ഞാനം അടിക്കുന്ന അംബുജകരേണ താമര കൈകൊണ്ട്, ഭഗവാൻ ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് ആ ശവശരീരത്തിൽ അങ്ങനെ അടിച്ച് രസിക്കുകയാണ്. കുട്ടികൾ കണ്ടിട്ടില്ലേ കളിക്കുന്നത്? ഭവന്തം, അങ്ങയെ, ഏത്യ ഗോപ ദധു ഗിരിവരാത് ഇവ നീലരത്നം, ഗോപന്മാരും ഗോപസ്ത്രീകളും കൂടി വന്ന് അങ്ങോട്ട് എടുത്തു. എങ്ങനെ? വലിയ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു നീലരത്നത്തെ എടുക്കുന്നത് പോലെ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പാറപ്പുറത്ത് വീണതിനാൽ തകർന്നു പൊടിഞ്ഞതും പ്രാണനില്ലാത്തതുമായ ആ ദുഷ്ടാസുരൻ്റെ സ്ഥൂല ശരീരത്തിനു മുകളിൽ താമരക്കൈകളാൽ പ്രഹരിച്ച് വിഹരിക്കുന്നവനും പുഞ്ചിരി പെയ്യുന്നവനുമായ അങ്ങയെ മാമലയിൽ നിന്ന് ഇന്ദ്രനീലമണി എന്ന പോലെ ഗോപാലകന്മാരും ഗോപികമാരും വാരിയെടുത്തു. ഹരേ കൃഷ്ണ.